ഹലോ ഓൾ, ഈസി സിനി ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ശേഷം രായനാണ്. രായൻ ധനുഷ് തന്നെ ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന പുതിയ പടമാണ് രായൻ. ധനുഷിന്റെ 5ാമത്തെ പടമാണ് രായൻ. AR റഹ്മാനാണ് മ്യൂസിക് ചെയ്യുന്നത്. ബാക്കി കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞാനിങ്ങനെ നോക്കിയില്ല. കുറേ പടങ്ങളിങ്ങനെ മിസ്സായി. നമ്മുടെ MT വാസുദേവൻ നായർ സാറിന്റെ എഴുത്തിൽ നിന്നുള്ള 9 ഡയറക്ടേഴ്സിന്റെ 9 സ്റ്റോറി, 9 മെയിൻ ആക്ടേഴ്സ് വരുന്ന പുതിയ പടം. അതിന്റെ ട്രെയിലർ ഒന്നും കണ്ടില്ല, അതൊക്കെ ഒന്ന് കാണണം. ഇന്നെല്ലാവരും നിരത്തി പിടിച്ച് കാണാൻ പോവാ. ട്രെയിലറൊക്കെ കണ്ടിട്ട് കിടക്കുന്ന ഉറങ്ങുന്നു. അപ്പം രായൻ എങ്ങനെ ഒന്ന് കണ്ടു നോക്കാം. ഫുൾ വയലൻസ് ആണെന്നാ കേട്ടോ കേട്ടോ, പക്കാ വയലൻസ് ആണെന്നാ കേട്ടോ. അടിനാശ ബഹളമായിരിക്കും. പുള്ളി വയലൻസ് എന്ന് പറയുമ്പോഴത്തേനും പുള്ളിയുടെ എനിക്ക് അസുരനാ ഓർമ്മ വരുന്നത്. അസുരനൊക്കെ പക്ക പടമല്ലായിരുന്നു. എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടു കളയല്ലേ. സൺ പിക്ചേഴ്സ് കുളിപ്പിക്കുന്നു. ധനുഷിനെയാണോ? ധനുഷിനാണ് കരഞ്ഞുകൊണ്ട് കുളിപ്പിക്കുന്നു. ചോര ഒഴുകും. ஆயா காட்டிலே ஆபத்தான மிருகம் எது தெரியுமா? தெரியுமா? உங்களோட பேர் என்ன? சிங்கம்டா. காட்டிலே ஸ்ட்ரென்த்தான மிருகம் சிங்கம் புலிலாம் தான். ஆனால் ஆபத்தான மிருகம் ஓநாய். ഓ നായ്. ഇതൊക്കെ സോഷ്യൽ മീഡിയ ஒத்தைக்கு ஒத்த நின்னா നമ്മൾ சிங்கம் ഡീമാനാണ്. அடிச்சிடும். ஆனால் ஓநாய் பயங்கர தந்திரவாதி. கூட்டமாக சுட்டு போட்டு ஸ்கெட்ச் போட்டு சிங்கத்தை அழிச்சிரும். കൂട്ടമായി കൂടി സിംഗത്തെ அவன் பெரிய ஆம்பளை தைரியசாலி, அவன் இங்க வந்து போட சொல்லு. വാ ഇവരെ ഫേസ് റിവീൽ ചെയ്തില്ല. பேய் மாதிரி வருவான், മാറി വരുവാ. இறங்கி செய்வான். ശരിയാണോ? ഇതിനെ ராயா ராயா ஓ என்ன சொன்ன? டப்புன்னு கேஸை வாபஸ் வாங்கிட்டான். கெஞ்சி கேட்டேன் சார். உசிரே நீதானே நீதானே நடலாவும் கூடாதானே. directed by Trish Kalandi Maran presents AR Rahman musical. എന്തോ ഒന്ന് മിസ്സിങ് പോലെ തോന്നുന്നുണ്ട്. പീറ്റർ ഹെയ്ൻ ആണോ? സ്റ്റണ്ട് പീറ്റർ ഹെയ്ൻ ആണ് ആക്ഷൻ കോറിയോഗ്രഫി ചെയ്തിട്ടുള്ളത്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ഓം പ്രകാശ്, സിനിമാറ്റോഗ്രാഫി, ഡാൻസ് കോറിയോഗ്രാഫി ബാബ ഭാസ്കർ. അങ്ങനെ 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 എനിക്ക് എന്തോ ഒരു എലമെന്റ് കുറവായിട്ട് ഒരു 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 സിനിമ കാണണം, എന്താ സംഭവം എന്നറിയണം എന്നൊരു സാധനം കൊണ്ടുവരുള്ളൂ ട്രെയിലറിൻ്റെ അകത്ത്. അതെന്തോ മിസ്സായതുപോലെ എനിക്ക് തോന്നി. ഇനി എൻ്റെ ഒരു സിനിമ കാണുന്ന ഒരു വേ ഓഫ് ഇതിൽ അങ്ങനെ തോന്നിയതായിരിക്കാം. എല്ലാവർക്കും അങ്ങനെ ആണെന്നല്ല. എന്തോ ഒരു സാധനം മിസ് ചെയ്തിട്ടുള്ള പോലെ തോന്നി എനിക്ക്. എന്തോ ഒരു എലമെന്റ് മിസ്സായിട്ടുള്ള പോലെ തോന്നി. ബാക്കി മേക്കിംഗ് മൊത്തം അങ്ങോട്ടൊന്നും വിട്ടുകൊണ്ടില്ലല്ലോ. എന്തോ ഒരു സൺ കെഞ്ചി കേട്ടു, പോലീസ് പിടിച്ചു. അത് ചിലപ്പോൾ ആദ്യം കഴിഞ്ഞു പോകുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും. ഒരുത്തിനെ കൊന്നു കാണും, അല്ലാതെ അടിച്ചു കാണും, പറഞ്ഞിട്ടും അവൻ കേട്ടില്ല, അതുകൊണ്ടാണ് തല്ലിയത് എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. എന്നാൽ ധനുഷിന്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. ഇതോടെ എത്ര വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. അപ്പം പുള്ളിക്ക് അതിൻ്റെതായ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം വെച്ചിട്ടായിരിക്കും പടം വരുന്നത്. ഒരു വെഞ്ചൻസ് ആയിരിക്കും മിക്കവാറും പടം. രായനൊക്കെ ചുമലിലാണ് എഴുതിക്കുന്നത്, മൊത്തം ചോര നിറമായിരിക്കും ചാന ഉദ്ദേശിച്ചേക്കുന്നത്. എന്നാ പടം വരുന്നത്? പടം റിലീസ് ഡേറ്റ് ഈ സിനിമാസ് 26/7/2024. അതിപ്പോ ഇങ്ങനെ വരുമല്ലോ. അതും ഡെഡ്പൂളൊക്കെ ഒരുമിച്ച്. ഡെഡ്പൂൾ 26-ാം തീയതി കേട്ടോ. തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം.
അറിയണം ഇങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. അപ്പം ബൈ.